ബീഫ് എന്ന് കേട്ടാൽ മോഡിക്കാലത്ത് ആദ്യം മനസ്സിലോടിയെത്തുന്നത് ഗോസംരക്ഷയുടെ അക്രമങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ഒക്കെയാണ്. എന്നാൽ അതേ മോഡി ഭരണത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് കയറ്റുമതി വർദ്ധിച്ചതായി കണക്കുകൾ പറയുന്നു. കച്ചവടക്കാർക്കെല്ലാം പശു സംരക്ഷകർ എന്ന് പറയുന്ന BJP നേതാക്കളുമായി അടുത്ത ബന്ധവും. ലോകത്തെ ഏറ്റവും അധികം ബീഫ് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. മാട്ടിറച്ചി കൈവശം വെച്ചവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന, നിരപരാധികളെ തല്ലിക്കൊല്ലുന്ന, സംഘപരിവാരം ഭരണം നിയന്ത്രിക്കുന്ന ഇന്ത്യക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 2018-19 ജനുവരി വരെ 10,29,000 ടൺ മാട്ടിറച്ചിയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. ഏറ്റവും വലിയ മാംസ കയറ്റുമതി സ്ഥാപനങ്ങളിലൊന്ന് BJPയുടെ പ്രധാന മാട്ടിറച്ചി വിരുദ്ധ പ്രചാരകനായ സംഗീത് സോം MLA നേതൃത്വം നൽകിയിരുന്ന അൽദുവ ഫുഡ് പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. മാംസ കയറ്റുമതി സ്ഥാപന ഡയറക്ടറാണെന്ന് തെളിവ് സഹിതം വാർത്തകൾ പുറത്തുവന്ന ശേഷമാണ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി സംഗീത് സോം MLA ഒഴിഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഫ് കയറ്റുമതിക്കാരിൽ നിന്നും BJP കൈപ്പറ്റിയത് 2.5 കോടി രൂപയാണ്. ഇലക്ഷൻ കമ്മീഷന് BJP കൊടുത്ത രേഖയിൽ പറയുന്നതാണിത്. ഇന്ത്യ ഏറ്റവും അധികം മാട്ടിറച്ചി കയറ്റി അയക്കുന്നത് അയൽ രാജ്യമായ പാകിസ്ഥാനിലേക്കാണ്. അതിൽ 90% ഉത്തർപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന ആകെ ബീഫിന്റെ 91.5% എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. യോഗിയുടെ ഉത്തർപ്രദേശും ഫഡ്നാവിസിന്റെ മഹാരാഷ്ട്രയും. കൂടാതെ 2014-15 കാലയളവിൽ ഇലക്ഷൻ ഡൊണേഷനായി BJP ബീഫ് കയറ്റുമതിക്കാരിൽ നിന്നും കൈപ്പറ്റിയത് കണക്കില്ലാത്ത തുകയാണ്.